സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഇനി വരുന്ന പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന 50ഓളം ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഖൈബർ ബോലാൻ മലമ്പാതകൾ സ്ഥിതി ചെയ്യുന്ന ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം രാജ്യങ്ങളിലാണ്? മലമ്പാതകൾ ഏതൊക്കെയാണ്? ഖൈബർ, ബോലാൻ എന്നിവ. ഖൈബർ, ബോലാൻ എന്നീ മലമ്പാതകൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ഹിന്ദുക്കുഷ് പർവ്വതനിരയാണ്. ഹിന്ദുക്കുഷ് പർവ്വതനിരയിലാണ് ഖൈബർ, ബോലാൻ എന്നിവ സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം എന്താണ്? ഇത് സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം രാജ്യങ്ങളിലാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലാണ് ഖൈബർ, ബോലാൻ മലമ്പാതകൾ സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിരിലാണ് ഖൈബർ പാസ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിരിലാണ് ഖൈബർ പാസ്. ബോലാൻ പാസ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലാണ്. ബോലാൻ പാസ് എവിടെയാണ്? പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശ്. പശ്ചിമഘട്ടം കടന്നു പോകുന്ന 6 സംസ്ഥാനങ്ങളാണ് കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവ. ഏതൊക്കെയാണ്? കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ആന്ധ്രാപ്രദേശ് പൂർവ്വഘട്ടത്തിൻ്റെ ഭാഗമാണ്. ആന്ധ്രാപ്രദേശ് പൂർവ്വഘട്ടത്തിൻ്റെ ഭാഗമാണ്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന പർവ്വതങ്ങളെ ഉയരം കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് എന്ന രീതിയിൽ ശരിയായി ക്രമീകരിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന പർവ്വതങ്ങൾ മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി, മൗണ്ട് K2 എന്നിവയാണ്. ഇവയെ ഉയരം കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കുവാൻ പറഞ്ഞിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 4, 2, 3. മൗണ്ട് എവറസ്റ്റ്, മൗണ്ട് K2, കാഞ്ചൻജംഗ, നന്ദാദേവി. മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം വരുന്നത് 8848.86 മീറ്റർ ആണ്. 8848.86 മീറ്റർ ആണ് മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം വരുന്നത്. മൗണ്ട് K2 അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നത്. മൗണ്ട് K2 അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. അപ്പം മൗണ്ട് K2വിൻ്റെ ഉയരം 8611 മീറ്റർ ആണ്. 8611 മീറ്റർ. ഇനി കാഞ്ചൻജംഗയുടെ ഉയരം 8586 മീറ്റർ ആണ്. 8586 മീറ്റർ. നന്ദാദേവി 7817 മീറ്റർ. 7817 മീറ്റർ. അപ്പോൾ ഉയരം കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് വരുമ്പോൾ എവറസ്റ്റ്, മൗണ്ട് K2, കാഞ്ചൻജംഗ, നന്ദാദേവി. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ്? മാജുലി ദ്വീപാണ്. മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് എന്നതാണ് ചോദ്യം. മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. ബ്രഹ്മപുത്ര നദി. മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആസാമിലെ ബ്രഹ്മപുത്ര നദി. ആസാമിലെ 2016 മാജുലി ദ്വീപിനെ ജില്ലയായിട്ട് പ്രഖ്യാപിച്ചത്.
അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ല ഏതാണ്? മാജുലി ദ്വീപാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ല ഏതാണ്? മാജുലി ദ്വീപാണ്. മാജുലി ദ്വീപിനെ ദ്വീപ് ജില്ലയായിട്ട് പ്രഖ്യാപിച്ച വർഷം 2016 സ്ഥിതി ചെയ്യുന്നത് ആസാമിലെ ബ്രഹ്മപുത്ര നദിയിൽ. അടുത്ത ചോദ്യം, ബ്രഹ്മപുത്ര നദി വിവിധ സ്ഥലങ്ങളിൽ അറിയപ്പെടുന്ന പേരാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കാം. അപ്പൊ ബ്രഹ്മപുത്ര നദി വിവിധ ഇടങ്ങളിൽ അറിയപ്പെടുന്ന പേര്. അപ്പൊ അത് ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഡിഹാങ്, സാങ്പോ, ജമുന, ദിബാങ് എന്നിവയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, A1, B2, C3, D4. ഇപ്പൊ ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നതാണ് ഡിഹാങ് എന്ന്. ഇപ്പൊ ബ്രഹ്മപുത്ര നദി ഡിഹാങ് എന്ന് അറിയപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? അരുണാചൽ പ്രദേശാണ്. അതുപോലെ ബ്രഹ്മപുത്ര നദി സാങ്പോ എന്നറിയപ്പെടുന്നത് എവിടെയാണ്? സാങ്പോ എന്നറിയപ്പെടുന്നത് ടിബറ്റിലാണ്. ടിബറ്റിലെ സാങ്പോ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണ്. ഇനി ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്നാണ്. അപ്പൊ ബ്രഹ്മപുത്ര നദി ജമുന എന്നറിയപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? ബംഗ്ലാദേശിലാണ്. ദിബാങ് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ആസാമിലാണ്. ആസാം. അപ്പൊ ഡിഹാങ് എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. സാങ്പോ ടിബറ്റിലാണ്. ജമുന എന്നറിയപ്പെടുന്നത് ബംഗ്ലാദേശിലാണ്. ദിബാങ് എന്നറിയപ്പെടുന്നത് ആസാമാണ്. അപ്പൊ ബ്രഹ്മപുത്ര നദിയുടെ 4 മറ്റു പേരുകളാണ് ഡിഹാങ്, സാങ്പോ, ജമുന, ദിബാങ് എന്നിവ. അടുത്ത ചോദ്യം, ഉഷ്ണകാലത്ത് വീശുന്ന പ്രധാനപ്പെട്ട പ്രാദേശിക വാദങ്ങൾ, പ്രദേശങ്ങൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? പ്രാദേശിക വാദങ്ങളും അവ വീശുന്ന പ്രദേശങ്ങളുമാണ് തന്നിരിക്കുന്നത്. പ്രാദേശിക വാദങ്ങൾ ഏതൊക്കെയാണ്? ലൂ, നോർവെസ്റ്റർ, കാൽബൈശാഖി, മാംഗോ ഷവർ എന്നിവ. റൈറ്റ് സൈഡിൽ അവ വീശുന്ന പ്രദേശങ്ങൾ തന്നിരിക്കുന്നു. ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുവാനായിട്ട് ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായത് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 1, 2, 3, 4 എന്നിവ ശരിയാണ്. ഇപ്പൊ ലൂ വീശുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ശരിയാണ്. നോർവെസ്റ്റർ പഞ്ചാബില് ശരിയാണ്. കാൽബൈശാഖി പശ്ചിമ ബംഗാൾ ശരിയാണ്. മാംഗോ ഷവർ കേരളം, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ശരിയാണ്. അപ്പൊ ഉഷ്ണകാലത്ത് വീശുന്ന പ്രധാനപ്പെട്ട പ്രാദേശിക വാദങ്ങളാണ് ലൂ, നോർവെസ്റ്റർ, കാൽബൈശാഖി, മാംഗോ ഷവർ എന്നിവ. ലൂ ഉത്തർപ്രദേശില്, നോർവെസ്റ്റർ പഞ്ചാബ്, കാൽബൈശാഖി പശ്ചിമ ബംഗാൾ, മാംഗോ ഷവർ കേരളം, കർണാടക എന്നിവ. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത് പശ്ചിമ ബംഗാളിലാണ്. മനാസ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദിയാണ് ലോഹിത എന്ന് തന്നിരിക്കുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായത് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മനാസ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദിയാണ് ലോഹിത എന്ന് തന്നിരിക്കുന്നു. അത് തെറ്റാണ്. ലോഹിത നദി ബ്രഹ്മപുത്രയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് ഒഴുകുന്നത് അരുണാചൽ പ്രദേശിന്റെ ഭാഗത്താണ് ലോഹിത നദി ഒഴുകുന്നത്. ഇനി മനാസ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്നത് മനാസ് നദിയാണ്. ഏറ്റവും കൂടുതൽ വനവിസ്തൃതമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത് പശ്ചിമ ബംഗാളിലാണ്. എന്നീ പ്രസ്താവനകൾ ശരിയാണ്. ഇനി മനാസ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദിയാണ്, പ്രധാന നദിയാണ് മനാസ് നദി. അടുത്ത ചോദ്യം, ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്
ഡിട്രിച്ച് ബ്രാൻഡീസ് ആണ്. ഡിട്രിച്ച് ബ്രാൻഡീസ് ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ്. ഡിട്രിച്ച് ബ്രാൻഡീസ്. ഡിട്രിച്ച് ബ്രാൻഡീസ് ജർമ്മൻ വംശജനായിരുന്നു. ജർമ്മൻ വംശജനായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് ഇൻസ്പെക്ടർ ജനറൽ ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് ഇൻസ്പെക്ടർ ജനറൽ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് ഇൻസ്പെക്ടർ ജനറൽ ആയിരുന്നു. അതുപോലെ ഇന്ത്യയിലെ ശാസ്ത്രീയ വന സംരക്ഷണവും സുസ്ഥിര വികസനവും കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. ശാസ്ത്രീയ വന സംരക്ഷണവും സുസ്ഥിര വികസനവും കൊണ്ടുവന്നത് ഡിട്രിച്ച് ബ്രാൻഡീസ് ആണ്. ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഡിട്രിച്ച് ബ്രാൻഡീസ് ആണ്. അടുത്ത ചോദ്യം, ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുപ്പൂരാണ്. കോയമ്പത്തൂരിൽ തിരുപ്പൂരാണ് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ പ്രധാന കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നത് ബുക്സ, സരിസ്ക, സിംലിപ്പാൽ, പാക്കുയി എന്നിവയാണ്. ഇവ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ശരിയായിട്ട് ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ബുക്സ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ബുക്സ എവിടെയാണ്? പശ്ചിമ ബംഗാൾ. സരിസ്ക രാജസ്ഥാനിലാണ്. സിംലിപ്പാൽ എവിടെയാണ്? സിംലിപ്പാൽ ഒഡീഷയിലാണ്. പാക്കുയി അരുണാചൽ പ്രദേശിലാണ്. ബുക്സ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. സരിസ്ക രാജസ്ഥാൻ. സിംലിപ്പാൽ ഒഡീഷ. പാക്കുയി അരുണാചൽ പ്രദേശ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ക്രോമൈറ്റ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ക്രോമൈറ്റ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ഒഡീഷ. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകൾ അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? പ്രധാന ഇരുമ്പുരുക്ക് ശാലകൾ അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്നിവ ശരിയായത്. ഉത്തരം തന്നിരിക്കുന്നു. ഓപ്ഷൻ ബി 1, 2, 3, 4 എന്നിവ ശരിയാണ്. ബൊക്കോറോ ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഭിലായ് ഛത്തീസ്ഗഡ്, റൂർക്കേല ഒഡീഷ, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ. അപ്പോൾ ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. ഭിലായ് ഇരുമ്പുരുക്ക് ശാല ഛത്തീസ്ഗഡിലാണ്. റൂർക്കേല ഒഡീഷയിലാണ്. ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ONGC സ്ഥാപിതമായത് 1956 NTPC നിലവിൽ വന്നത് 1975 ONGCയുടെ ആസ്ഥാനം ഡെറാഡൂണിലാണ്. NTPCയുടെ ആസ്ഥാനം മുംബൈയിലാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ്. തെറ്റായ പ്രസ്താവന. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. NTPCയുടെ ആസ്ഥാനം മുംബൈയിലാണ് എന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ONGC ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. NTPC നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. ONGC സ്ഥാപിതമായത് 1956 ഓഗസ്റ്റ് 14 1956 ഓഗസ്റ്റ് 14 ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ONGC സ്ഥാപിതമായത്.
NTPC, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ സ്ഥാപിതമായത് 1975 നവംബർ 7 1975 നവംബർ 7. ONGCയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. ശരിയാണ്, ONGCയുടെ ആസ്ഥാനം ഡെറാഡൂൺ. NTPCയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. NTPCയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ്. ശരിയായത് ഏതെല്ലാം? പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ 1.18% കേരളം. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട്. കേരളത്തിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ളത് കൊല്ലം ജില്ലയിലാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ളത് ഏതെല്ലാം എന്നതാണ്. ശരിയായിട്ടുള്ളത് ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ 1.18% കേരളം. ശരിയാണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട്. ശരിയാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ടാണ് വയനാട് അതിർത്തി പങ്കിടുന്നത്? കർണാടകയും തമിഴ്നാടുമായിട്ടാണ് വയനാട് അതിർത്തി പങ്കിടുന്നത്. കേരളത്തിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് കൊല്ലം ജില്ലയിലാണ്. ശരിയാണ്. ഇനി ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങൾ ഉള്ള ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങൾ ഉള്ള ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന. കാസർഗോഡ് ജില്ലയിലെ പ്രധാന കലാരൂപമാണ് യക്ഷഗാനം. മലബാർ ക്യാൻസർ സെന്റർ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായിട്ടുള്ളത് ഏത് എന്നതാണ്. തെറ്റായിട്ടുള്ളത് ഏതാണ് ഉത്തരം വരിക? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ ഡി. കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലാണ് കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ല. ഇനി കാസർഗോഡ് ജില്ലയിലെ പ്രധാന കലാരൂപമാണ് യക്ഷഗാനം. യക്ഷഗാനം കാസർഗോഡ്. ശരിയാണ്. മലബാർ ക്യാൻസർ സെന്റർ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ്? മുഴപ്പിലങ്ങാട് ബീച്ചാണ്. മുഴപ്പിലങ്ങാട് ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂരിലാണ്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ കാണാൻ കഴിയാത്തത്? പാലക്കാട് ജില്ലയിൽ കാണാൻ കഴിയാത്തത് ഏതെന്നാണ് ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന ധോണി വെള്ളച്ചാട്ടം, കുഞ്ചൻ സ്മാരകം, പക്ഷിപ്പാതാളം, നെല്ലിയാമ്പതി. ഇതിൽ പാലക്കാട് ജില്ലയിൽ കാണാൻ സാധിക്കാത്തത് ഏതാണ്? പക്ഷിപ്പാതാളമാണ്. ധോണി വെള്ളച്ചാട്ടം, കുഞ്ചൻ സ്മാരകം, നെല്ലിയാമ്പതി എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട് ജില്ലയിലാണ് പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്നത്. വയനാട് ജില്ല. അടുത്തത്, കേരളത്തിൽ കൊല്ലം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കൊല്ലം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്തത്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് പാലരുവി വെള്ളച്ചാട്ടം, ജഡായു നേച്ചർ പാർക്ക്, ചെന്തരുണി വന്യജീവി സങ്കേതം, പെരുന്തേനരുവി വെള്ളച്ചാട്ടം എന്നിവയാണ്. ഇതിൽ കൊല്ലം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. പെരുന്തേനരുവി വെള്ളച്ചാട്ടമാണ്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പാലരുവി വെള്ളച്ചാട്ടം, ജഡായു നേച്ചർ പാർക്ക്, ചെന്തരുണി വന്യജീവി സങ്കേതം എന്നിവയെല്ലാം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല. പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. അടുത്തത്,
കേരളത്തിൽ വയനാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത്? വയനാട് ജില്ല. തന്നിരിക്കുന്നു തിരുനക്കര ക്ഷേത്രം, തിരുനെല്ലി ക്ഷേത്രം, മീൻമുട്ടി വെള്ളച്ചാട്ടം, എടയ്ക്കൽ ഗുഹ. ഇതിൽ വയനാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, തിരുനക്കര ക്ഷേത്രമാണ് വയനാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത്. തിരുനക്കര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിലാണ് തിരുനക്കര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുനെല്ലി ക്ഷേത്രം വയനാട്, മീൻമുട്ടി വെള്ളച്ചാട്ടം വയനാട്, എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. അടുത്ത ചോദ്യം, കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ്. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആരാണ്? ആര്യാപ്പള്ളമാണ്. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആര്യാപ്പള്ളം. അടുത്ത ചോദ്യം വ്യക്തിയെ തിരിച്ചറിയുവാനായിട്ടാണ്. വ്യക്തിയെ തിരിച്ചറിയുക. ഉപ്പ് സത്യാഗ്രഹ സമരത്തിനിടെ പോലീസ് ലാത്തി ചാർജിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ട നവോത്ഥാന നായകൻ. രണ്ടാമത്തെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫ് മുണ്ടശ്ശേരിയെ പരാജയപ്പെടുത്തിയ വ്യക്തി. വ്യക്തി ആര് എന്നതാണ് ചോദ്യം. ആരാണ്? കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ഉപ്പു സത്യാഗ്രഹ സമരത്തിനിടെ പോലീസ് ലാത്തി ചാർജിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ട നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. അതുപോലെ രണ്ടാമത്തെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫ് മുണ്ടശ്ശേരിയെ പരാജയപ്പെടുത്തിയ വ്യക്തി ആരാണ്? കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. അടുത്ത ചോദ്യം വ്യക്തിയെ തിരിച്ചറിയുവാൻ തന്നെയാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ച നേതാവ്. വ്യക്തിയെ തിരിച്ചറിയുവാനാണ് ചോദ്യം. ഉത്തരം ഏതാണ്? എ കെ ഗോപാലനാണ്. എ കെ ഗോപാലൻ. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? എ കെ ഗോപാലനാണ്. അതുപോലെ കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ച നേതാവ് ആരാണ്? എ കെ ഗോപാലൻ ആണ്. അടുത്തത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം ബംഗളൂരു ആണ്. ബംഗളൂരു. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ നിന്നും വ്യക്തിയെ തിരിച്ചറിയുക. കാൾ മാർക്സിന്റെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നു. ആരാണ്? വ്യക്തി ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. അപ്പൊ കാൾ മാർക്സിന്റെ ജീവചരിത്രം ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരെയെന്ന് ചോദിച്ചാൽ ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ഇനി കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് കേരളൻ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. അടുത്ത ചോദ്യം, ഇന്റർനാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എന്നാണ്. ഇന്റർനാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1885 1885. ചുവടെ പറയുന്നവയിൽ ഏതാണ് ശ്രീനാരായണ ഗുരുവിന്റെ രചനകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഇവിടെ തന്നിരിക്കുന്നു ദൈവ ദശകം, മോക്ഷപ്രദീപം, ശിവശതകം, ദർശനമാല. ശ്രീനാരായണ ഗുരുവിന്റെ രചനകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഉൾപ്പെടാത്തത് ഏതാണ്? മോക്ഷപ്രദീപമാണ്. ദൈവദശകം, ശിവശതകം, ദർശനമാല എന്നിവയെല്ലാം ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ ആണ്. ഇനി മോക്ഷപ്രദീപം ആരുടെ കൃതിയാണ്? മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ്. മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ് മോക്ഷപ്രദീപം. അടുത്ത ചോദ്യം, കേരളത്തിലെ നവോത്ഥാനത്തിന് മഹത്തായ സംഭാവനകൾ നൽകിയ വാഗ്ഭടാനന്ദനെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? വാഗ്ഭടാനന്ദനെ സംബന്ധിച്ച് തെറ്റായത്. തന്നിരിക്കുന്ന ബാലഗുരു എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ, ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ, പന്തിഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ്, ഊരാളുങ്കൽ
കൂലി വേലക്കാരുടെ പരസ്പര സഹായ സഹകരണ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ചു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാഗ്ഭടാനന്ദനെ സംബന്ധിച്ചിട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. പന്തി ഭോജനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. പന്തി ഭോജനം ആരംഭിച്ചത് ആരാണ്? തൈക്കാട് അയ്യയാണ് പന്തി ഭോജനം ആരംഭിച്ചത്. തൈക്കാട് അയ്യ. അപ്പൊ ബാലഗുരു എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. അതുപോലെ ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഊരാളുങ്കൽ കൂലി വേലക്കാരുടെ പരസ്പര സഹായ സഹകരണം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ചു എന്നിവ ശരിയാണ്. അടുത്തത് വ്യക്തിയെ തിരിച്ചറിയുവാനാണ്. മാനവ സേവയാണ് ഈശ്വര സേവ എന്ന മുദ്രാവാക്യം മുഴക്കിയ നവോത്ഥാന നായകൻ. നാമകരണ വിപ്ലവം നടത്തിയ നവോത്ഥാന നായകൻ കണ്ണൂർ ആസ്ഥാനമായി ജാതി നാശിനി സഭ സ്ഥാപിച്ചു. ആദ്യത്തെ 2 പോയിന്റ് അറിയില്ലെങ്കിൽ കൂടി മൂന്നാമത്തെ പോയിന്റിൽ നിന്ന് നമുക്ക് വ്യക്തിയെ തിരിച്ചറിയാം. ജാതി നാശിനി സഭ രൂപീകരിച്ചത് ആരാണ്? ജാതി നാശിനി സഭ രൂപീകരിച്ചത് ആനന്ദ തീർത്ഥനാണ്. ആനന്ദ തീർത്ഥൻ. വ്യക്തി ഓപ്ഷൻ എ ആണ്, ആനന്ദ തീർത്ഥൻ. മാനവ സേവയാണ് ഈശ്വര സേവ എന്ന മുദ്രാവാക്യം മുഴക്കിയ നവോത്ഥാന നായകൻ. നാമകരണ വിപ്ലവം നടത്തിയ നവോത്ഥാന നായകൻ. കണ്ണൂർ ആസ്ഥാനമായിട്ട് ജാതി നാശിനി സഭ രൂപീകരിച്ചു. ആരാണ്? ആനന്ദ തീർത്ഥൻ. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും വ്യക്തിയെ തിരിച്ചറിയുക. വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് തുടക്കം കുറിച്ച വ്യക്തി. വിദ്യാപോഷിണി. കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. യുക്തിവാദി പത്രത്തിന്റെ സ്ഥാപക എഡിറ്റർ. ഓപ്ഷൻ സി ആണ്, സഹോദരൻ അയ്യപ്പൻ. വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് തുടക്കം കുറിച്ചു. കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്നു. യുക്തിവാദി പത്രത്തിന്റെ സ്ഥാപക എഡിറ്റർ ആരാണ്? സഹോദരൻ അയ്യപ്പൻ. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടം കടന്നു പോകാത്ത ജില്ല ഏത് എന്നാണ്. പാലക്കാട്, ആലപ്പുഴ, കോഴിക്കോട്, പത്തനംതിട്ട. പശ്ചിമഘട്ടം കടന്നു പോകാത്തത് ആലപ്പുഴ. അടുത്തത്, കെ റെയിലിന് സാമ്പത്തിക സഹായം നൽകുന്ന ഏജൻസി. കെ റെയിലിന് സാമ്പത്തിക സഹായം നൽകുന്നത് ഓപ്ഷൻ എ ആണ്, JICA ആണ്. JICA. ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസി. ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയാണ് കെ റെയിലിന് സാമ്പത്തിക സഹായം നൽകുന്ന ഏജൻസി. JICA. അടുത്തത്, റിപ്പോ നിരക്ക് എന്നാൽ എന്താണ്? റിപ്പോ നിരക്ക് ഓപ്ഷൻ ബി ആണ്, റിസർവ് ബാങ്ക് മറ്റ് ബാങ്കുകളിൽ നിന്നും ഈടാക്കുന്ന പലിശയാണ് റിപ്പോ നിരക്ക്. 3 അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 3 അയൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ എത്ര രാജ്യങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്? 3 രാജ്യങ്ങളുമായിട്ട്. അവ ഏതൊക്കെയാണ്? ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്. പശ്ചിമ ബംഗാൾ 3 രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നു. ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്. ജറവ ആദിമ നിവാസികൾ വസിക്കുന്ന സ്ഥലം. ജറവ ആദിമ നിവാസികൾ വസിക്കുന്നത് നോർത്ത് സെന്റിനൽ ദ്വീപിലാണ്. നോർത്ത് സെന്റിനൽ ദ്വീപ്. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട വൈസ്രോയി ആരാണ്? ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട വൈസ്രോയി കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം ഏത് വർഷമായിരുന്നു? 1905. ഇനി ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം ഏതാണ്? റദ്ദാക്കിയത് 1911. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് 1905. ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ആരാണ്? ഹാർഡിഞ്ച് പ്രഭുവാണ്.
ഹാർഡിഞ്ച് പ്രഭു 1911. അടുത്ത ചോദ്യം, നീതി ആയോഗിന്റെ ആസ്ഥാനം. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ജിന്ന ഇന്ത്യ വിഭജനം സ്വാതന്ത്ര്യം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ജിന്ന ഇന്ത്യ വിഭജനം സ്വാതന്ത്ര്യം എന്ന ഗ്രന്ഥം രചിച്ചത് ജസ്വന്ത് സിംഗ് ആണ്. ജസ്വന്ത് സിംഗ്. അടുത്ത ചോദ്യം, വാഗൺ ട്രാജഡി നടന്ന റെയിൽ റൂട്ട് ഏത് എന്നാണ്? വാഗൺ ട്രാജഡി നടന്ന റെയിൽ റൂട്ട് ഏതാണ്? തിരൂർ പോത്തന്നൂരാണ്. തിരൂർ പോത്തന്നൂർ. 1921 മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ദുരന്തമാണ് വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി നടന്ന റെയിൽ റൂട്ട് ഏതാണ്? തിരൂർ പോത്തന്നൂർ. കണ്ണീരും കിനാവും എന്ന ആത്മകഥ ആരുടേതാണ്? കണ്ണീരും കിനാവും വി ടി ഭട്ടതിരിപ്പാട്. വി ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഏത്? അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം മൈത്രിയാണ്. ഓപ്ഷൻ ഡി മൈത്രി. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ആദ്യത്തെ ഗവേഷണ കേന്ദ്രം ഏത് എന്ന് ചോദിച്ചാൽ അത് ദക്ഷിണ ഗംഗോത്രിയാണ്. ദക്ഷിണ ഗംഗോത്രി അന്റാർട്ടിക്കയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഗവേഷണ കേന്ദ്രം. രണ്ടാമത്തേത് മൈത്രിയാണ്. രണ്ടാമത്തേത് മൈത്രി. മൂന്നാമത്തേത് ഭാരതി. ഏറ്റവും പുതിയതും മൂന്നാമത്തേതും ഭാരതിയാണ്. ഇനി നാലാമത് ഒരെണ്ണം വരുന്നുണ്ട്. അത് മൈത്രി 2 എന്നാണ് അറിയപ്പെടുന്നത്. നിലവിൽ വരാൻ പോകുന്നതാണ്. അന്റാർട്ടിക്കയിൽ ഇന്ത്യ പുതുതായിട്ട് സ്ഥാപിക്കുവാൻ പോകുന്ന ഗവേഷണ കേന്ദ്രം ഏത് എന്ന് ചോദിച്ചാൽ മൈത്രി 2 ആണ്. മൈത്രി 2. ആദ്യത്തേത് ദക്ഷിണ ഗംഗോത്രി, രണ്ടാമത്തേത് മൈത്രി, മൂന്നാമത്തേത് ഭാരതി. ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായ കരിനിയമം ഏതാണ്? ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായ കരിനിയമം ഏതാണ്? റൗലറ്റ് നിയമമാണ്. റൗലറ്റ് നിയമം. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ഗൗരി പാർവതി ബായി ആണ്. ഗൗരി പാർവതി ബായി. ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ഏതാണ്? ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യമായിട്ട് ആരംഭിച്ചത് ബാബാ ബുദാൻ ആണ്. ബാബാ ബുദാൻ ഹിൽസിൽ, ചിക്കമംഗ്ലൂർ, കർണാടക ഡിസ്ട്രിക്റ്റിൽ ചിക്കമംഗ്ലൂർ ബാബാ ബുദാൻ ഹിൽസിലാണ് ഇന്ത്യയിലെ കാപ്പി കൃഷി ആദ്യമായിട്ട് ആരംഭിച്ചത്. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? ലോകസഭകളിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി FPTP സമ്പ്രദായമാണ്. FPTP സമ്പ്രദായം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. സുകുമാർ സെൻ. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏത്? 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് MKSS, മസ്തു കിസാൻ ശക്തി സംഘടൻ. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് MKSS. കേശവാനന്ദി ഭാരതി കേസിൽ ചില തത്വങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. താഴെ പറയുന്നവയിൽ അടിസ്ഥാന പ്രമാണങ്ങളായി അംഗീകരിക്കപ്പെട്ട തത്വങ്ങൾ ഏവ? തന്നിരിക്കുന്നു. ജനാധിപത്യം, മതേതരത്വം, റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെന്റ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മേൽ പറഞ്ഞവ എല്ലാം. ജനാധിപത്യം, മതേതരത്വം, റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെന്റ്. അടുത്ത ചോദ്യം, കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചൂണ്ടയിലാണ്. ചൂണ്ടയിൽ.
ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ആണ് കിലോഗ്രാം. 212 ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും? 212 ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിലിൽ 373 കെൽവിൻ. 373 കെൽവിൻ. അവസാനത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തത് ഏത്? ഇവിടെ തന്നിരിക്കുന്നു പഴശ്ശി വിപ്ലവം, നിവർത്തന പ്രക്ഷോഭം, തിരുവിതാംകൂർ കലാപം, കുറിച്യ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തത് ഏതാണ്? നിവർത്തന പ്രക്ഷോഭമാണ്. നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം എന്താണ്? 1932 തിരുവിതാംകൂറിൽ നടന്ന ഒരു പ്രക്ഷോഭമായിരുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് തിരുവിതാംകൂർ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഉയർന്ന വരുമാനവും വിദ്യാഭ്യാസവും ഉള്ളവർക്ക് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മുസ്ലിം, ഈഴവ, ക്രൈസ്തവ, മറ്റു പിന്നോക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ തുല്യ പ്രാതിനിധ്യം ലഭിച്ചിരുന്നില്ല. പ്രധാനമായിട്ടും ഈ വിഭാഗങ്ങൾ വോട്ടവകാശം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ആരംഭിച്ചു. ഇതാണ് നിവർത്തന പ്രക്ഷോഭം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ 50 ചോദ്യങ്ങളാണ് നോക്കിയത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടത്, നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ റിവിഷൻ ടൈമിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിരിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്